ഹലോ, എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവകമാണ്. വെരി ഷോർട്ടായിട്ട് നമ്മൾ ജീവകം കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം PYQ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റിനും കൂടെയുണ്ട്. സോ നമുക്ക് എന്താണ് നോക്കാം. സോ ജീവകങ്ങൾ പൊതുവേ 13 എണ്ണാണുള്ളത്. ജീവകം 13 എണ്ണാണുള്ളത്. ഈ 13 എണ്ണത്തിൽ 8 എണ്ണം ബി കോംപ്ലക്സ് ആണ്. എന്താണ്? ബി കോംപ്ലക്സുകളാണ്. അതായത് വിറ്റാമിൻ ബി കോംപ്ലക്സുകളാണ് 13 എണ്ണവും. ബാക്കി ഉള്ളതാണ് ഏതൊക്കെ? ACDEK. ബാക്കിയുള്ള 5 എണ്ണം ACDEK. ഓക്കെ ആണല്ലോ. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാ എന്നായിരുന്നു PYQ. സോ എന്താണ്? KADE, കൊഴുപ്പാടി. നമ്മൾ പറയില്ലേ കൊഴുപ്പാടി, കൊഴുപ്പ് ആടി. ഓക്കെ, കൊഴുപ്പാടി അതിൻ്റെ ഒരു ക്ലൂ ആണ്. അതായത് കൊഴുപ്പാടി, അതായത് കൊഴുപ്പ് എന്ന് പറയുമ്പോൾ K ആണ്, ആടി എന്ന് പറയുന്നത് ADE. ഇനി ഇതൊരിക്കലും മറന്നില്ല, കൊഴുപ്പാടി. കൊഴുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പാടി, അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ KADE, കൊഴുപ്പാടി. ഓക്കെ, ഇനി ജലത്തിൽ ലയിക്കുന്നവയോ? അപ്പോൾ ഇതിൻ്റെ നേരെ ബാക്കിയുള്ളത് ബിയും സിയും മാത്രം. ഇനി ജീവകം എ. അടുത്താണ് ജീവകം എ. ജീവകം എക്ക് വേറൊരു പേര് കൂടെയുണ്ട്, റെറ്റിനോൾ. നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ജീവകം എ ഇല്ലെങ്കിൽ നമുക്ക് കണ്ണിന് ഒരുപാട് സൂക്കേടുകൾ വരുന്നുണ്ട്. അതിലുള്ള ഒന്നാണ് നിശാന്തത. അതേപോലെ തന്നെ സിറോഫ്താൽമിയ. ഇതൊക്കെ ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. ജീവകം എ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, നിശാന്തത. ഇനി കണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ജീവകമാണ് ഏത്? ജീവകം എ എന്ന് പറയുന്നത് പല്ല് ക്രമമായി, അതായത് നിരയായിട്ട് അല്ലെങ്കിൽ ക്രമമായിട്ട് വളരുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. ജീവകം എ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ഇലക്കറികളിൽ നിന്ന് കിട്ടും, ക്യാരറ്റിൽ നിന്ന് കിട്ടും, കരളിൽ നിന്ന് കിട്ടും, മീനിൽ നിന്ന് കിട്ടും. അതായത് മീനെണ്ണ. പിന്നെ പാലിൽ നമുക്ക് ജീവകം എ കിട്ടുന്നുണ്ട്, പാലിൽ നിന്ന് കേട്ടോ. ഇനി പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ബീറ്റ കരോട്ടിനെയാണ്. പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്ന ആരെയാണ്? ബീറ്റ കരോട്ടിനെയാണ്. ഓക്കെ ആണല്ലോ.